കുട്ടികൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള പേജ് നമ്പർ 25 ഐ ലുക്ക്ഡ് മുതൽ ദർ വാസ് സം പെയിൻ 8 മുതൽ 14 വരെയുള്ള പാരഗ്രാഫാണ്. ശ്രദ്ധിക്കുക. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ഐ മെയ്ഡ് അനദർ earth-shaking decision. I would always keep that attractive smile on my face. To look more handsome, I was after all a bachelor and a doctor too up on top of it. I looked into the mirror and smiled. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി എന്നിട്ടൊന്ന് ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ ആകർഷണമുള്ള ചിരിയാണ് എൻ്റേത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ ഭൂമി കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു, ഒരു ഉറച്ച തീരുമാനം. I would always keep that attractive smile on my face. എന്തായിരുന്നു തീരുമാനം? ഞാൻ എപ്പോഴും മുഖത്ത് നല്ലൊരു ചിരി കാത്തു സൂക്ഷിക്കാൻ തീരുമാനിച്ചു. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനു വേണ്ടിയാണ്? നല്ല സുന്ദരനായി കാണാൻ വേണ്ടിയാണ്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതുമാത്രമല്ല, ഞാൻ ആരാണ്? ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. ഞാൻ കല്യാണം കഴിക്കാത്ത ഒരാളാണ്. ആൻഡ് ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഒരു ഡോക്ടറും. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം അബവ്. വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു. എൻ്റെ മുറിയിൽ നിന്ന് ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. അടുത്ത പാരഗ്രാഫ് നോക്ക്. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ എഴുന്നേറ്റു. ലിറ്റ് എ ബീഡി ആൻഡ് പേസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാനൊരു ബീഡി എടുത്ത് ഞാൻ എന്ത് ചെയ്തു? കത്തിച്ചു. ദ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ആ കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. എന്തായിരുന്നത്? ഐ വുഡ് മാരി, കല്യാണം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ. ഒരു വനിതാ ഡോക്ടറെ കല്യാണം കഴിക്കണം. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി, ഒരു ധാരാളം പണമുള്ള, ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല പ്രാക്ടീസുള്ള ധാരാളം പണമുള്ള ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണം. അതായിരുന്നു എൻ്റെ തീരുമാനം. ഷി ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. മാത്രമല്ല, ആ ലേഡി എങ്ങനെയായിരിക്കണം? തടിച്ചിയായിരിക്കണം, തടി ഉണ്ടാവണം. കാരണം എന്താണ്? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് ഐ നീഡഡ് ടു റൺ അവേ. അഥവാ ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഐ നീഡഡ് ടു റൺ അവേ, എനിക്ക് ഓടണം. ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ. അവൾക്ക് എൻ്റെ പിന്നാലെ ഓടിപ്പിടിക്കാൻ പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? അവൾ ഒരു തടിയുള്ളവളായിരിക്കണമെന്ന് പറഞ്ഞത്. ആ ലേഡി ഡോക്ടർ തീർച്ചയായും തടിയുള്ളവളായിരിക്കണം. അടുത്ത പാരഗ്രാഫ് നോക്കൂ. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റിസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ആ ചിന്തയോടുകൂടി ഞാൻ ഇരിക്കുന്ന സമയത്ത് ഐ റിസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ടേബിൾ. ആ ടേബിളിൻ്റെ മുമ്പിലുള്ള ആ ചെയറിൽ ആര് വന്നിരുന്നു? ഞാൻ വീണ്ടും വന്നിരുന്നു. ദർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം അബോവ്. അപ്പോൾ ഞാൻ എന്ത് കേൾക്കുന്നുണ്ടായിരുന്നില്ല? ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. പെട്ടെന്നാണ് ഞാനൊരു ശബ്ദം കേട്ടത്. എന്താണ്? എ റബ്ബർ കെയിം ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ്. ഒരു റബ്ബർ ട്യൂബ് വീഴുന്ന ശബ്ദത്തോടു കൂടി എന്തോ താഴേക്ക് വീണു. ഷുവർലി നത്തിങ് ടു വെറി അബൌട്ട്. എന്നാൽ തീർച്ചയായും അതൊരു റബ്ബറിൻ്റെ ട്യൂബാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നോ സൂണർ ഹാഡ് ഐ ടേൺ ദെൻ വാട്ട് എ സ്നേക്ക് റിഗിൾഡ് over the back of the chair and landed on my shoulder. No sooner I had a turn than fat snake, ഒരു വലിയ പാമ്പ്, wriggled over the back of the chair and landed on my shoulder. ആ ചെയറിൻ്റെ മുകളിലേക്ക് ഒരു വലിയ പാമ്പിനെയാണ് ഞാൻ കണ്ടത്. എന്താണ്? ഫാറ്റ് സ്നേക്ക്, വലിയ വീതിയുള്ളൊരു വലിയൊരു പാമ്പിനെയാണ് കണ്ടത്. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അതെവിടെ നിൽക്കുകയാണ്? എൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ അങ്ങ് നിൽക്കുകയാണ്. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വെയർ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ പാമ്പ് എൻ്റെ മേലെ വന്ന് വീണിരുന്നു. സൈമിൾട്ടേനിയസ്, ഒരേ സമയം തിരിഞ്ഞു നോക്കലും പാമ്പ് വീഴലും ഒരുമിച്ചായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഐ ഡിഡ്ന്റ് ജമ്പ്, ഐ ഡിഡ്ന്റ് ട്രംബിൾ. എനിക്ക് ചാടാൻ കഴിഞ്ഞില്ല. ആൻഡ് ട്രംബിൾ, വിറക്കാൻ കഴിഞ്ഞില്ല. ഐ ഡിഡ്ന്റ് ക്രൈ, എനിക്ക് കരയാൻ കഴിഞ്ഞില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് തിങ്. അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും പാമ്പ് എന്നെ ചുറ്റിയിരുന്നു.
The snake slithered along my shoulder and coiled around my left arm above the elbow. The snake slithered along my shoulder, എൻ്റെ ഷോൾഡറിൽ കൂടി ചുറ്റി, ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത് ഭാഗത്തെ കൈ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അബവ് ദ എൽബോ, അബവ് ദ എൽബോ, എൽബോക്ക് മുകളിൽ അങ്ങനെ എൻ്റെ ഇടത് കയ്യിൽ അങ്ങനെ പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. The hood was spread out and its head was hardly 3 or 4 inches from my face. The hood was spread, അതിൻ്റെ ഹുഡ് അതിൻ്റെ പത്തി വിടർത്തിയിരിക്കുന്നു. ഔട്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. എൻ്റെ മുഖത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് മാത്രം ദൂരമാണ് എന്തുണ്ടായിരുന്നുള്ളൂ, ആ പാമ്പിന് ഉണ്ടായിരുന്നില്ല. പത്തി വിടർത്തി അങ്ങനെ നിൽക്കുകയാണ്. It would not be correct, അടുത്ത പാരഗ്രാഫ്, it would not be correct to say merely that I sat there holding my breath. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ, കൃത്യമായിട്ട് പറയാനും കഴിയില്ല. മിയർലി ദാറ്റ് ഐ സാറ്റ് ദർ ഹോൾഡിംഗ് മൈ, ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. ഐ വാസ് ടേൺ ടു സ്റ്റോൺ, ഞാനൊരു ശില പോലെ, ഒരു കല്ല് പോലെയായി മാറി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്, പക്ഷേ എൻ്റെ മൈൻഡ് എന്താണ്, ആക്റ്റീവായിരുന്നു, സജീവമായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്, ഞാൻ ആ മുറിയുടെ വാതിൽ ആ ഇരുട്ടിലേക്ക് തുറന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്, ആ മുറി മുഴുവൻ ഇരുട്ടായിരുന്നു. In the light of the lamp, I sat there like a stone image in the flesh. In the light of the lamp, I sat there. ആ വെളിച്ചത്തിൻ്റെ, നമ്മളെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ ഇരുന്നു. There like a stone, ഒരു കല്ല് പോലെ, ഒരു ശില പോലെ, ഇമേജ് ഇൻ ദ ഫ്ലഷ്, ഒരു കല്ല് പോലെ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. I felt then the great presence of the creator of this world and this universe. I felt then, പെട്ടെന്ന് എനിക്ക് എന്ത് തോന്നി, എനിക്ക് ഫീലായി, എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം എന്താണ്, ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ ഭൂമിയിലെ, ഈ യൂണിവേഴ്സിലെ, ഈ ലോകത്തിലെ തന്നെ ക്രിയേറ്ററായ ദൈവം എവിടെ എത്തിയിരിക്കുന്നു, എൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നു. ഗോഡ് വാസ് ദർ, ഞാൻ അവിടെ കാണുന്നത് ദൈവത്തെയാണ്. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. I tried in my imagination to write in bright letters outside my little heart the words of God. I said something and he did not like it. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. I said something and he did not like it. I tried in my imagination, ഞാൻ എൻ്റെ ഭാവനയിൽ എന്ത് കണ്ടു, ദൈവത്തെ കണ്ടു. To write in bright letters, വെട്ടിത്തിളങ്ങുന്ന വെളിച്ചത്തിൽ ഞാൻ എന്ത് കണ്ടു, outside my little heart, എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് കണ്ടു, the words of God, ദൈവത്തിൻ്റെ വാക്കുകൾ ഞാൻ കണ്ടു. ഓ ഗോഡ്, അനുശ്വരനായ ദൈവത്തെപ്പറ്റി ഞാൻ ഓർത്തു. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം, അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഇടത് ഭാഗത്തെ കൈക്ക് വല്ലാത്ത വേദന തോന്നി. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലേഡൻ റോഡ്, ലേഡൻ റോഡ്, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചതുപോലെ. എങ്ങനെ, നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, തീ കത്തുന്നത് പോലത്തുള്ള ഒരു ഇരുമ്പിൻ്റെ പൈപ്പ്, അല്ലെ ഇരുമ്പിൻ്റെ ഒരു എന്താണ്, ഒരു ദണ്ട് വെച്ചതുപോലെ എനിക്ക് തോന്നി. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം, അത് വളരെ സാവധാനം എൻ്റെ ഇടത് കൈ മുറിയുന്നത് പോലെ, ക്രഷ് ചെയ്യുന്ന പോലെ, പൊട്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്, വാട്ട് കുഡ് ഐ ഡു. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്, അതിനെല്ലാ ശക്തി ഉപയോഗിച്ചിട്ട്, ഡ്രെയിൻ ഓഫ് ഓൾ സ്ട്രെങ്ത്, എല്ലാ ശക്തി ഉപയോഗിച്ച് എൻ്റെ എന്താണ്, എൻ്റെ എൻ്റെ ഇടത് ഭാഗത്തുള്ള ആ കൈ വളരെ ശക്തമായ വേദനയായിരിക്കും, തീ പൊള്ളുന്ന പോലത്തെ വേദനയായിരുന്നു എൻ്റെ കൈക്കുണ്ടായിരുന്നു. വാട്ട് കുഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. ഇനി അതിലുള്ള ചോദ്യവും അതിലുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. എന്താണ് അതിലുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകൾ, ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചതിലുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുമ്പുള്ള പാഠഭാഗം ഞാൻ നേരത്തെ എടുത്തിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ വേർഡ് മീനിങ് നോക്കാം. ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് പേസ് എന്ന വാക്കാണ്. പേസ്, വോക്ക് സ്ലോലി, സാവധാനം നടക്കുക എന്നുള്ള അർത്ഥമാണ് പേസ് എന്നുള്ള വാക്ക്. അതിന് നേരത്തെയുള്ള നമ്മൾ എല്ലാം പറഞ്ഞതാണ്, മൊസ്റ്റാഷ് വരെ പറഞ്ഞതാണ്. പിന്നെ റെസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗതി അവസാനിപ്പിച്ചിട്ട് വീണ്ടും ആരംഭിക്കുന്നതിനാണെന്ന് പറയുന്നത്. അവിടെ അയാൾ കസേരയിൽ നിന്ന് ഇരുന്നു, എഴുന്നേറ്റു, വീണ്ടും വന്നിരിക്കുക, റെസ്യൂം, തുടരുക എന്നുള്ള അർത്ഥം. അടുത്ത തഡ് എന്ന് പറഞ്ഞാൽ പടേ എന്നുള്ള ശബ്ദത്തിനാണ് എന്ത് പറയുക, തഡെന്ന് പറയുക. പിന്നെ എന്താണ്, റിഗിൾ എന്നുള്ള വാക്ക് കണ്ടില്ലേ, വളഞ്ഞ് പുളഞ്ഞ് സഞ്ചരിക്കുക, അതിനാണ് എന്ത് പറയുക, റിഗിൾ എന്ന് പറയുക.
അടുത്തത് സൈമിൾട്ടേനിയസ്, ഒരേ സമയത്ത് നടക്കുന്ന കാര്യം, അതാണ് സൈമിൾട്ടേനിയസ്. അടുത്ത സ്ലിത്തർ, ഇടറി നീങ്ങുക, തെന്നി നീങ്ങുക, അതിനാണ് സ്ലിത്തേർഡ് എന്ന് പറയുന്നത്. അതിൽ സ്ലിത്തേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹുഡ്, ഹുഡ് എന്നുള്ള വാക്ക് പാമ്പിൻ്റെ പത്തിക്കാണ് ഹുഡ് എന്നുള്ള വാക്ക്, HWD എന്നുള്ള ഹുഡ് എന്നുള്ള വാക്ക്. ആ മോൾട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉരുകുന്ന, അതിനാണ് മോൾട്ടൻ എന്ന് പറയുന്നത്. മോൾട്ടൻ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ലേക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക, അത് പിന്നെ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ വരുന്ന വാക്ക് മോൾട്ടൻ വരികയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 5ാമത്തെ ചോദ്യം നോക്കുക. എന്താണ് 5ാമത്തെ ചോദ്യം? വാട്ട് വെർ ദ 2 ഇമ്പോർട്ടൻറ്റ് ആൻഡ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ദാറ്റ് ദ ഡോക്ടർ ടേക്സ് വൈൽ ലുക്കിംഗ് ഇൻ ടു ദ മിറർ. ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഡോക്ടർ ഉറച്ച തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനം? അതിൽ 6ാമത്തെ ചോദ്യം നോക്കൂ. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്, ഡിഡ് ദ ഡോക്ടർ പേ മച്ച് അറ്റൻഷൻ ടു ദ നോയ്സ്. വീണ്ടും ഒരു ശബ്ദം കേട്ടപ്പോൾ ഡിഡ് ദ ഡോക്ടർ പേ മച്ച് അറ്റൻഷൻ ടു ദ, ആ ശബ്ദത്തിന് അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നോ? വൈ, എന്തുകൊണ്ട്? 7ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് കൈൻഡ് ഓഫ് എ വുമൺ ഡസ് ദ ഡോക്ടർ വാണ്ട് ടു മാരി യു? വൈ, ഏത് തരത്തിലുള്ള സ്ത്രീയാണ് ഡോക്ടർക്ക് കല്യാണം കഴിക്കേണ്ടത്? അതിൻ്റെ കാരണം എന്താണ്? 8ാമത് നോക്കൂ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ഡോക്ടർ വാസ് സിറ്റിംഗ് ഓൺ ദിസ് ചെയർ, അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? 9ാമത് ചോദ്യം നോക്കൂ. ഹൗ ഡിഡ് ദ ഡോക്ടർ റിയാക്ട് വെൻ ദ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിം, ആ ഡോക്ടർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് പാമ്പ് അദ്ദേഹത്തിൻ്റെ മേലെ വീണപ്പോൾ? 10ാമത് ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ഡോക്ടർ സിറ്റ് ഇൻ ദ ചെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്? വൈ ഡിഡ് ദ ഡോക്ടർ സിറ്റ് ഇൻ ദ ചെയർ ലൈക്ക് എ സ്റ്റോൺ, എന്തുകൊണ്ടാണ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിന്നെ ശരീരം ഒരു കല്ല് പോലെയായി മാറി, അല്ലെങ്കിൽ ശില പോലെയായി മാറി എന്ന് ഡോക്ടർ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള 25ാമത്തെ പേജിലാണ് ഇതുള്ളത്. 8 മുതൽ 14 വരെയുള്ള പാരഗ്രാഫ്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഉത്തരവും അതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഇതിൻ്റെ പിന്നാലെ വരും. അപ്പോൾ കുട്ടികൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. 1 or 2 പ്രാവശ്യം കേൾക്കുക. കേട്ടതിന് ശേഷം അതിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചോദ്യോത്തരം മറ്റൊരു ദിവസം നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പം ഈ കുട്ടികൾ ഇത് ക്ലാസ് കണ്ടതിന് ശേഷം അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാ കുട്ടികളും നന്നായിട്ട് ശ്രദ്ധിക്കുക, വായിച്ച് നോക്കുക ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ.